ബാഹ്യദർശനങ്ങൾ പലതും അറിവുകൾ നൽകുന്നതാണ്. എന്നാൽ ആന്തരിക ദർശനം നൽകുന്നത് തിരിച്ചറിവുകളാണ്. അറിവുകളെ തിരിച്ചറിവുകളാക്കി മാറ്റുന്നവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. മോശ സീനായ് മലയിൽ ദർശിച്ചതും അപ്പം നുറുക്കിയപ്പോൾ യാത്രക്കാരായ ശിഷ്യന്മാർ മനസ്സിലാക്കിയതും, താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാർ കണ്ടതും, കോഴി കൂവിയപ്പോൾ പത്രോസ് ഗ്രഹിച്ചതും ആന്തരിക ദർശനത്തിൻ്റെ ജ്വലനമായിരുന്നു. യൂദായ്ക്കും ഹാമാനും ഇല്ലാതായിപ്പോയതും തിരിച്ചറിവിൻ്റെ ആന്തരിക ദർശനങ്ങൾ തന്നെയായിരുന്നു. ആന്തരിക ദർശനത്തിന് വിവേകമുള്ള ഹൃദയമാണ് അനിവാര്യം. അതുകൊണ്ടാണ് ശലോമോനോട് ദൈവം ചോദിക്കുമ്പോൾ പുത്രസമ്പത്തോ രാജ്യങ്ങളുടെ അധികാരമോ ദീർഘായുസ്സോ ധനമാനങ്ങളോ ഒന്നും ചോദിക്കാതെ നന്മയും തിന്മയും തിരിച്ചറിയുന്ന വിവേകമുള്ള ഒരു ഹൃദയത്തിനു വേണ്ടി ആവശ്യം ഉന്നയിച്ചത്. ആധുനികതയിൽ അറിവുകൾ പെരുകിയും തിരിച്ചറിവുകൾ ചുരുങ്ങിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ആന്തരിക ദർശനത്തെ ജ്വലിപ്പിക്കുന്ന വിവേകഹൃദയങ്ങൾ നഷ്ടമായിരിക്കുന്നതാവാം അതിന് കാരണം. ഹീറ ഗുഹയിൽ വെച്ച് മുഹമ്മദ് നബിയും ബോധിവൃക്ഷച്ചുവട്ടിൽ വെച്ച് ബുദ്ധനും മനനം ചെയ്ത് ആർജിച്ചെടുത്തത് വിവേകഹൃദയങ്ങളിലെ ആന്തരിക ദർശനങ്ങളായിരുന്നു. നോമ്പുകാലത്ത് നമ്മുടെ മനനവും മൗനവും വിവേകഹൃദയത്തിനുടമയാക്കി തീർക്കുന്നതിന് വേണ്ടിയായി ഭവിക്കട്ടെ. അറിവുകളെ പലതിനെയും തിരിച്ചറിവുകളാക്കി മാറ്റുവാൻ ഈ സുന്ദരമായ നോമ്പ് മുഖാന്തരമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.